തിരുവനന്തപുരം ബാലനപുരം വഴിമുക്കിൽ നിന്ന് കാഞ്ഞിരംകുളം പോകുന്ന റോഡാണ്. ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ ബൈപ്പാസിലാണ്. ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട്. 6 സെൻറ്റ് ഹൗസ് പ്ലോട്ടാണ്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. നേരിട്ട് നിങ്ങൾക്ക് ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം. പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. ബാലനപുരം വഴിമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത്. വഴിമുക്ക് ജംഗ്ഷനിൽ നിന്ന് കാഞ്ഞിരംകുളം പോകുന്ന റോഡിൽ 1.5 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും 1.5 കിലോമീറ്റർ വേണ്ട അതിന് മുമ്പ് തന്നെ രാമപുരം ജംഗ്ഷൻ വരും കേട്ടോ. രാമപുരം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കിടക്കുന്ന റോഡ്, ആ റോഡ് വരുമ്പോഴത്തേക്കും രാമപുരം ശ്രീ ഭദ്രകാളി ക്ഷേത്രം വരും. ക്ഷേത്രം കഴിഞ്ഞ ഉടൻ തന്നെ ഇതാ ഈ കനാലിൻ്റെ കരയിലൂടെ കിടക്കുന്ന ഈ ഒരു റോഡ്, ക്ഷേത്രം കഴിഞ്ഞ ഉടൻ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുന്ന റോഡ്. നമുക്ക് കുറച്ച് ദൂരം മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ഇതാ ഇതിനകത്ത് കുറേയധികം വീടുകൾ പുതുതായിട്ട് വരുന്നുണ്ട്. ഇതിൽ ബാക്കിയുള്ള പ്ലോട്ടുകളിലൊക്കെ വീടുകളായി. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ ശരിക്കും പുറത്തായതുകൊണ്ടാണ് പുള്ളി ഇതുവരെയും വീടൊന്നും വെക്കാത്തത്. അപ്പോൾ അവരെ പുറത്തായതുകൊണ്ട് പ്രോപ്പർട്ടി മെയിൻറ്റെയിനും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഓണറിൻ്റെ തന്നെ നമ്പറാണ്. നമുക്ക് ടോട്ടൽ 6 സെൻറ്റാണ് വരുന്നത്. ഇതിന് ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് 3.25 ലക്ഷം രൂപ മാത്രമാണ്. നല്ലൊരു ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇതിൽ ഞാൻ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ വാട്സാപ്പ് നമ്പറാണ്, അല്ലാണ്ട് വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പുള്ളിയായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. വാട്സാപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പ് കോൾ വിളിക്കാം കേട്ടോ. ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് 3 വശത്തും വഴിയാണ്. ഇപ്പോൾ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് കിട്ടും. ഈ റോഡ് നമുക്ക് രാമപുരം ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇതിങ്ങനെ കറങ്ങി തിരിച്ച് വന്ന് നമ്മുടെ വഴിമുക്ക് ആ റോഡിൽ തന്നെ കയറുന്നുണ്ടാവും. അതായത് നമുക്കൊരു 1 വേ പോലെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഈ സൈഡിലൂടെ പ്രോപ്പർട്ടിയുടെ ഈ സൈഡിലൂടെ റോഡുണ്ട്, ആ സൈഡിലും റോഡുണ്ട്. 3 വശത്തും നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടും. ഇപ്പോൾ കുറേ പേര് പറയും 3 സൈഡിലും വഴിയുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ബാക്ക് വിടണമെന്ന്. സെറ്റ് ബാക്ക് വിട്ടാലും പ്രശ്നമില്ല, നമുക്ക് പല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും കേട്ടോ. അങ്ങനെ സെറ്റ് ബാക്ക് വിടുവാണെന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ നമുക്ക് കാർ പാർക്കിങ്ങിന്, എക്സ്ട്രാ കാർ പാർക്കിങ്ങിന് ഉപയോഗിക്കാം. ഒരു സൈഡിൽ ഗാർഡൻ ആക്കാം. കാരണം 6 സെൻറ്റ് സ്ഥലമാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീട് വയ്ക്കാൻ പറ്റും. നല്ല ഉറപ്പുള്ള തറയാണ്. പിന്നെ ഇത് കനാലാണ് കേട്ടോ, ഇറിഗേഷൻ്റെ കനാലാണ്. നമുക്കിതിൽ വെള്ളം കയറുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഫ്രണ്ടിൽ വെള്ളം ഒഴുകുന്നു, ഇനി അത് വെള്ളം കയറുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് ഇറിഗേഷനുള്ള കനാലാണ്. പ്രോപ്പർട്ടിയുടെ ചുറ്റിനും ഇപ്പോൾ മുള്ളുവേലിയാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. ചുറ്റിലും മുള്ളുവേലി അടിച്ചിപ്പോൾ മധുരമാക്കിയിട്ടുണ്ട്. വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്ന് മധുര കെട്ടി നീറ്റാക്കേണ്ടതായിട്ട് വരും. ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് 3.25 ലക്ഷം രൂപയാണ്. നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് കേട്ടോ. ബാലനപുരം ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെയാണ് വഴിമുക്ക് ജംഗ്ഷൻ. വഴിമുക്ക് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് അകത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ബൈപ്പാസ് കയറാനാണെങ്കിൽ 5.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം നാഗർകോവിൽ ഹൈവേ, ഇപ്പോൾ അതിനെ അങ്ങനെയാണ് പറയപ്പെടുന്നത്. കഴക്കൂട്ടത്ത് നിന്ന് നമ്മുടെ കാരോട് വരേക്കും ടച്ച് ചെയ്യുന്ന ഹൈവേ, ആ ഹൈവേയിലേക്ക് കയറാനാണെങ്കിൽ ഇവിടെ നിന്ന് 5.5 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് ഈഞ്ചക്കൽ എയർപോർട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല ലൊക്കേഷനാണ് കേട്ടോ. മിസ്സാക്കാണ്ട് വേഗം തന്നെ വിളിച്ചോ. ഇതിൻ്റെ ഓണറിൻ്റെ വാട്സാപ്പിലേ കിട്ടത്തുള്ളൂ. വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. പുള്ളി പുറത്താണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക. പ്രോപ്പർട്ടി കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്തേക്കാം.